നമസ്കാരം. ഫുട്ബോൾ പേരിൻ്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ലോകത്ത് കുറേ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അതിനു മുമ്പ് ഇന്നലെ നടന്ന 1-2 മാച്ചുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയില്ലേ ശരിയാകത്തില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫിഫ അറബ് കപ്പ് ചാമ്പ്യൻസ് ആയിരിക്കുകയാണ് മൊറോക്കോ. ഫൈനലിൽ ജോർദാനെ 3-2 എക്സ്ട്രാ ടൈമിൽ തോപ്പിച്ചുകൊണ്ട് കപ്പ് ഉയർത്തിയിരിക്കുകയാണ് മൊറോക്കോ. കൺഗ്രാലേഷൻസ് ടു മൊറോക്കോ. അതുപോലെ തന്നെയാണ് എ സി മിലാനെ 2-0 തോപ്പിച്ച് സൂപ്പർ കോപ്പ ഇറ്റാലിയയുടെ ഫൈനൽസിലോട്ട് കടന്നിരിക്കുകയാണ് നാപ്പോളി. റാസ്മസ് ഹോയിലൻഡ് നെറസ് നേടിയ ഗോളുകളാണ് നാപ്പോളിക്ക് വിക്ടറി നേടിക്കൊടുത്തത്. ഫസ്റ്റ് ഗോൾ നെറസിനുള്ള ഗോളിനുള്ള അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തതും ഹോയിലൻഡ് ആയിരുന്നു. 2 ഗോൾ കോൺട്രിബ്യൂഷൻ ഈ മാച്ചിൽ. നെക്സ്റ്റ് ബൊളോഗ്ന ഇന്റർ തമ്മിലുള്ള മാച്ച്. അത് ജയിക്കുന്നവരെ ഫൈനലിൽ നാപ്പോളി നേരിടും. അതുപോലെ തന്നെയാണ് ഫിനലിസ്മയുടെ ഡേറ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മൾ നോക്കാനായിട്ടാണ് 2027 മാർച്ചിൽ ലോക്കൽ ടൈം 9 മണിക്ക് ദോഹയിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഖത്തറിലായിരിക്കും ഈ മത്സരം നടക്കുക. അവിടുത്തെ ലോക്കൽ ടൈം രാത്രി 9 മണിക്കാണ് ഈ മത്സരം നടക്കുക. നമുക്ക് നോക്കാം. ഇന്ത്യൻ ടൈം വരുമ്പോഴേക്കും എനിക്കൊന്ന് വെളുപ്പിന് 12 റേഞ്ചിലാവും തോന്നുന്നു. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ട്രാൻസ്ഫർ ലോകത്തേക്ക് വരുമ്പോഴേക്കും ധാരാളം അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ്ലി ഇപ്പോൾ ഒരു ബോംബ് പോലെ ഡേവിഡ് ഓൺസിനെ നിറപ്പൊട്ടിച്ചത്. ബോംബാണോ എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ചെറിയൊരു മിനി ബോംബ് എന്ന് പറയാം. മരസ്കേനെ സിറ്റി നോക്കുന്നു എന്നുള്ളൊരു വാർത്ത. അത് ഇന്നലെ ഭയങ്കര സർക്കുലേഷൻ കിട്ടിയ ഒരു ന്യൂസാണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും പെപ് ഗോർഡിയോള ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ഉണ്ടെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. എസ്പെഷ്യലി പുള്ളി ഈ സീസൺ വല്ലോ പ്രീമിയർ ലീഗ് നേടുവാണെങ്കിൽ പുള്ളി മൂവ് ഓൺ ചെയ്യും, പുള്ളി സ്വയമേ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമെന്ന് വാർത്തകൾ കേൾക്കുന്നുണ്ട്. വൺ ഓഫ് ദ റീസൺ പുള്ളിക്ക് ചെറിയൊരു ബ്രേക്ക് ഇതിന് ശേഷം വേണമെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ അഥവാ പെപ് ഗോർഡിയോള മൂവ് ഓൺ ചെയ്യുവാണെങ്കിൽ എൻസോ മരസ്കയാണ് സിറ്റിയുടെ നമ്പർ 1 കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ നമ്മൾ നോക്കാനായിട്ടാണ് റീസെൻ്റ്ലി എൻസോ മരസ്ക വന്നിട്ട് ചെറിയൊരു രീതിയിൽ തനിക്ക് ബാക്കിങ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ചെറിയൊരു രീതിയിൽ ബോംബ് പൊട്ടിച്ചിരുന്നു. അതിനെക്കുറിച്ച് മാനേജ്മെൻറ്റിനോട് ചോദിച്ചപ്പം ഒരു ഇഷ്യൂ ഇല്ല, അതൊരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു, അത് സോർട്ട് ഔട്ട് ആയെന്ന് ചെൽസി മാനേജ്മെൻറ്റ് പറയുകയും ചെയ്തു. സോ ഡീല് നടക്കുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നുമല്ല, ബട്ട് ബിഹൈൻഡ് ദ സീൻസ് എൻസോ മരസ്കയായിട്ട് ചെറിയൊരു ടോക്സ് നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. എൻസോ മരസ്ക നമുക്കറിയാം സിറ്റിയിൽ ഗ്രൂപ്പിൽ പെപ്പിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്താണ്. പുള്ളിക്ക് എൻവയോൺമെൻറ്റ് അറിയാം, മാനേജ്മെൻറ്റുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, പ്ലേയേഴ്സിനെയും പലരും അറിയാം. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അവിടെ നമ്മൾ നേരെ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ ബാർസലോണ ബസ്തോണി ലിങ്ക്സ് വളരെ സ്ട്രോങ് ആണ്. റീസെൻ്റ്ലി നിങ്ങൾ കണ്ടു കാണും, ബാർസലോണയുടെ പ്രിഫേർഡ് ചോയ്സ് ബസ്തോണി ആണെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്തുമാത്രം റിയലിസ്റ്റിക്കലി പോസിബിൾ ആണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ബസ്തോണി 2028 വരെയാണ് കോൺട്രാക്റ്റ് ഉള്ളത്. രണ്ടാമത്തെ കാര്യം, ഇന്റർ മിലാന് ബസ്തോണിയെ വിൽക്കാൻ താല്പര്യമില്ല. ആൻഡ് ബസ്തോണിക്ക് ഇന്ററിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും താല്പര്യമില്ല എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും വരുന്നത്. ആൻഡ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇതെന്നാന്ന് ചോദിച്ചാൽ ആളുടെ വാല്യൂ ആണ്. മിനിമം ഒരു 80 to 100 മില്യൺ ബാർസലോണയ്ക്ക് ബഡ്ജറ്റ് ഇല്ലാതെ ബസ്തോണിക്ക് വേണ്ടി പോകാൻ പറ്റത്തില്ല. ബസ്തോണി പെർഫെക്റ്റ് സൈനിങ് ആയിരിക്കും. ഹിസ് ലെഫ്റ്റ് ഫുട്ടർ, ക്യുക്കാണ്, ടെക്നിക്കലി സച്ച് എ സുപ്പീരിയർ പ്ലെയർ, അടിപൊളി പ്രൊഫൈലാണ്. ബാക്ക് ഫോറിൽ കളിക്കുമ്പം കുറച്ച് വളറബിലിറ്റീസ് ആൾക്കുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷേ ആൾ റീസെൻ്റ്ലി ബാക്ക് ത്രീയിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ബാക്ക് ഫോറിലോട്ട് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ നമുക്ക് ഇറ്റാലിയൻ നാഷണൽ ടീമിലൊക്കെ കാണാനായിട്ടുണ്ട്. പക്ഷേ അല്ലാതെ നോക്കാനായിട്ടാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി നമുക്ക് പറ്റിയ പ്രൊഫൈലാണ്. 26 വയസ്സുകാരൻ, 191 സെൻറ്റിമീറ്റർ ഹൈറ്റ്, അടിപൊളി പ്ലെയർ. പക്ഷേ വിഷയം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രൈസിലാണ്. അതുപോലെ തന്നെയാണ് നിക്കോളാസ് സ്ലോട്ടർ ബാക്കിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും സ്ലോട്ടർ ബാക്കിന് കേൾക്കുന്ന പ്രൈസ് ഇപ്പം 50 മില്യനാണ്. സ്ലോട്ടർ ബാക്കിന് വേണ്ടി റയല്, ബാർസ, ലിവർപൂള്, ബയൺ മ്യൂണിക് ഈ 4 ക്ലബ്ബുകളും രംഗത്തുണ്ട്. ബസ്തോണിയേക്കാൾ റിയലിസ്റ്റിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു സൈനിങ് സ്ലോട്ടർ ബാക്കാണ്. ഫസ്റ്റ് തിങ്, സ്ലോട്ടർ ബാക്കിന് 2027 വരെയാണ് കോൺട്രാക്റ്റ് ഉള്ളത്. സെക്കൻഡ് തിങ്, ആൾക്ക് മൂവ് ഓൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഡോർട്ട്മുണ്ട് ക്ലബിനെ അറിയിച്ചായിട്ട് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ അപ്പുറത്ത് ബസ്തോണിക്കും മൂവ് ചെയ്യണമെന്നില്ല, ഇന്ററിനും വിൽക്കണമെന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ സ്ലോട്ടർ ബാക്കിന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പ്രൈസ് 50 മില്യൺ അറൗണ്ട് ആണ് കേൾക്കുന്നത്, വിച്ച് ഈസ് അഫോർഡബിൾ. അതിന് എടുത്ത് പറയേണ്ട കാര്യം, താരം എക്സാക്ട്ലി 26 വയസ്സുകാരൻ, റിയലി ഗുഡ് ഓൺ ദ ബോൾ, ക്യൂക്ക്, ടെക്നിക്കലി സുപ്പീരിയർ, ഫോർത്ത് ബാക്ക് സിസ്റ്റത്തിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ബിഗ് കോമ്പറ്റീഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള അത്യാവശ്യം കൊള്ളാവുന്നൊരു CV ആണ്. സ്ലോട്ടർ ബാക്കിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരു ഇഷ്യൂ എന്നാന്ന് വെച്ചാൽ പുള്ളിക്ക് ബയണിനോട് ചെറിയൊരു ഇൻട്രസ്റ്റ് കൂടുതലാണെന്നുള്ള രീതിയിൽ ജർമ്മനി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിൽ എന്തുമാത്രം ട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ ഹാൻസി ഫ്ലിക്കും മാനേജ്മെൻറ്റും സ്ലോട്ടർ ബാക്കിനെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ ഈ 50 മില്യൺ ഇറക്കാൻ കാണുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ലാസ്റ്റ് സമ്മറിൽ നമുക്ക് ഫണ്ടുണ്ട്, അത് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ നമ്മൾ കണ്ടതാണ് ഈ സമ്മറിലോട്ട് വന്നപ്പോഴേക്കും ഈ സമ്മറിൽ നമ്മൾ എന്തുമാത്രം സ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം. സോ നമുക്ക് നോക്കാം, ക്യാമ്പിനോട്ട് മൂവ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ റിയലിസ്റ്റിക്കലി സ്ലോട്ടർ ബാക്കാണ് പോസിബിൾ ആയിട്ടുള്ള ഒരു സൈനിങ്. ബസ്തോണി ഡ്രീമായിട്ട് നിർത്താം, പക്ഷേ പാടാണ്, റിയലിസ്റ്റിക്കലി പോസിബിൾ അല്ല. എനിക്ക് തോന്നുന്നത് എലക്ഷൻ കഴിയുമ്പോഴേക്ക് ഈ ബസ്തോണി ലിങ്ക്സ് ഒക്കെ പതുക്കെ പോയി കൊടുന്നേക്കുള്ളൂ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ബാർസലോണ ആണെങ്കിൽ റീസെൻ്റ്ലി ഇപ്പം ഒരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യാൻ പോവാണെന്നുള്ള രീതിയിൽ വാർത്തകൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. അൽ അഹ്ലിയുടെ 17 വയസ്സുകാരനായ
ഈജിപ്ഷ്യൻ സെൻട്രൽ ഫോർവേഡായ അബ്ദൽ കരീം എന്ന് പറയുന്ന ഹംസ അബ്ദൽ കരീം എന്ന് പറയുന്ന 17 വയസ്സാണ്. ഹി വിൽ ടേൺ 18 സൂൺ. സോ അതിനകത്ത് തന്നെ ബാർസ അത്ലറ്റിയിലോട്ട് ജനുവരിയിൽ കൊണ്ടുവരാനായിട്ട് നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ സ്ട്രൈക്കർ ലിങ്ക്സ് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അതിലോട്ട് ഞാൻ ടച്ച് ചെയ്യുന്നില്ല. ഇപ്പം ലെവൻഡോസ്കി നിൽക്കുമോ പോകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഷിക്കാഗോ ഫയറുമായിട്ടുള്ള ലിങ്ക്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. ബാർസലോണ ഇപ്പോഴും 50-50 ആണ്. താരത്തിന് നിൽക്കാനാണ് താല്പര്യമെങ്കിലും ബാർസലോണ കൺവിൻസ്ഡ് അല്ല. നമ്മൾ എട്ടായോങ് ഒക്കെ പോലത്തെ പ്രൊഫൈൽസിലോട്ട് നോക്കുന്നുണ്ട്. അവിടെ നമ്മൾ മറ്റൊരു ഹോട്ട് ടോപ്പിക്കായ സെമന്യോയിലോട്ട് കിടക്കുവാണ്. സോ സെമന്യോയ്ക്ക് വേണ്ടി ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പം വളരെ ക്രൂഷ്യലാണ്. കാരണം പ്രീമിയർ ലീഗിലെ എല്ലാ ടോപ്പ് സൈഡ്സിനും ഇൻട്രസ്റ്റ് ഉണ്ട് സെമന്യോയിൽ. പക്ഷേ ഏറ്റവും ക്ലോസ് ആയിട്ട് അഥവാ ഏറ്റവും സ്ട്രോങ് ലിങ്ക്സ് ഇപ്പം കാണുന്നത് റീസെൻ്റ്ലി യുണൈറ്റഡുമായിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എംബൂമോ നമുക്കറിയാം, അമാദിയാലോ നമുക്കറിയാം ഈ ആഫ്കോണിന് വേണ്ടി പോവാണ്. സോ ജനുവരിയിൽ അവർ മേ ബി ഒരു സൈനിങ്ങിന് വേണ്ടി ഒരു അറ്റാക്കിന് വേണ്ടി ഡെസ്പറേറ്റ് ആയിരിക്കും. സോ ആ ഒരു കേസ് സിനാരിയോയിൽ സെമന്യോയ്ക്ക് വേണ്ടി റോൾ കോസ്റ്റ് യുണൈറ്റഡ് പോകുന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ബട്ട് സെമന്യോയിൽ ആർസണലിന് ഇൻട്രസ്റ്റ് ഉണ്ട്, സിറ്റി ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, ഇപ്പോൾ ടോട്ടനാമിന് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്, ചെൽസി അധികം ലിങ്ക്സ് കാണുന്നില്ല, ലിവർപൂൾ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. സോ സലയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് അവർ സെമന്യോനെ കാണുന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ യുണൈറ്റഡ് ആണ് ഇപ്പം കുറച്ച് അഗ്രസീവ്ലി ആക്ട് ചെയ്യുന്നതെന്ന് കേൾക്കുന്നത്. ഈ സെമന്യോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും 2030 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. പക്ഷേ ആൾക്കൊരു 65 മില്യൺ പൗണ്ട്സിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ട്. അത് ജനുവരിയിലെ ആദ്യത്തെ 2 ആഴ്ച ക്ലബ്ബുകൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സമ്മറിലോട്ട് വരുമ്പോൾ അതിനേക്കാളും താഴോട്ട് പ്രൈസ് ടാഗ് പോകും. സോ ബോൺമത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവരിപ്പോൾ ഒരു യൂറോപ്യൻ സ്പോർട്ടിന് വേണ്ടി പുഷ് ചെയ്യുന്നില്ല, റെലഗേഷൻ ബാറ്റിലും ഇല്ല, അതിൻ്റെ ഇടയിലായിട്ട് നിൽക്കുകയാണ്. സോ മേ ബി സെമന്യോ ടെംപ്റ്റഡ് ആയിരിക്കും ഒരു മൂവ് ഓണിന് വേണ്ടി. യുണൈറ്റഡിൽ വരുവാണെങ്കിൽ ആ ലെഫ്റ്റ് വിങ് ബാക്ക് റോളിലായിരിക്കും ആൾ കൂടുതൽ കളിക്കാനായിട്ട് റെഡി പോവുക. ആൾ ആ റോൾ കളിക്കാൻ റെഡി ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മേ ബി ചോദിക്കാം. ബട്ട് ഹീസ് റിയലി ഗുഡ് ഇൻ ദാറ്റ് റോൾ. അല്ലെ ഫ്രണ്ട് ത്രീയിൽ കുൻഹ എംബൂമയ്ക്കൊപ്പം ആൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. സോ അതൊരു തലവേദനയല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ലിവർപൂൾ സീരിയസ്ലി മേ ബി ലാസ്റ്റ് മൊമെൻറ്റ് എൻ്റർ ചെയ്യുമെന്നൊരു ഫീൽ ഉണ്ട്. എസ്പെഷ്യലി സല നെക്സ്റ്റ് സമ്മർ മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു നല്ല സാധ്യത. മേ ബി ജനുവരി മൂവ് ഓൺ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ലിവർപൂളിന് ടച്ച് ലൈൻ വിങ്ങേഴ്സ് വളരെ കുറവാണ്. സെമന്യോ ഇൻവേർട്ട് ചെയ്ത് കളിക്കാനും അറിയാം, ബട്ട് പ്യുവർ വിങ്ങറായിട്ട് ആൾക്ക് ഔട്ടാനോട്ട് കളിക്കാനായിട്ട് അറിയാം. സോ ലിവർപൂൾ സെമന്യോയ്ക്ക് വേണ്ടി വരുന്നത് എനിക്ക് നല്ലപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. സിറ്റി ലിങ്ക്സും കാണുന്നുണ്ട്. സോ പക്ഷേ എനിക്ക് തോന്നുന്നു ലിവർപൂൾ വേഴ്സസ് യുണൈറ്റഡിന് ഇടയിൽ സെമന്യോയ്ക്ക് വേണ്ടി ഒരു ബിഡിങ് വാറിൻ്റെ ആവശ്യമില്ല. കാരണം 65 മില്യൺ ചെയ്തേ ഉള്ളൂ. മേ ബി ഒരു സാലറി വാർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിറ്റി അണ്ടർ ആവോ ഐ ഡോണ്ട് നോ. വെച്ച് എന്തായാലും എല്ലാ ക്ലബ്ബുകൾക്കും, മെയിൻലി എല്ലാ ക്ലബ്ബുകൾക്കും, ഏത് ക്ലബ്ബിൽ ചെന്നാലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. യുണൈറ്റഡ് മേക്സ് പെർഫെക്റ്റ് സെൻസ്. ആൻഡ് ലിവർപൂൾ സലയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് സലയുടെ നമ്പേഴ്സ് തരുമെന്നല്ല, ബട്ട് ആസ് ഓഫ് നോ സലയുടെ ഒരു അഭാവത്തിന് ഡെഫിനറ്റ്ലി ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റിലും ആൾക്ക് കളിക്കാൻ പറ്റും. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അവിടെ നമ്മൾ മറ്റ് പല ബിഗ് ക്ലബ്ബുകൾ നോക്കുന്നൊരു നെയിമിലോട്ട് പോകാനായിട്ടാണ്. മറ്റാരോ അല്ലാതെ ഏലിയറ്റ് ആൻഡർസൺ ആണ്. എല്ലാ പ്രീമിയർ ലീഗ് ക്ലബ്ബും താരത്തിന് പിന്നാലെയുണ്ട്. പക്ഷേ താരം ഇപ്പോൾ ഏറ്റവും ക്ലോസ്ലി ലിങ്ക്ഡ് ആയി കേൾക്കുന്ന ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. സോ ഏലിയറ്റ് ആൻഡർസൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഏലിയറ്റ് ആൻഡർസൺ പോലത്തെ ഒരു പ്രൊഫൈലിന് വേണ്ടി ഡെസ്പറേറ്റ് ആണ്. പക്ഷേ ബിഹൈൻഡ് ദ സീൻസ് സിറ്റി പണി തുടങ്ങിയെന്ന് വാർത്തകൾ കേൾക്കുന്നുണ്ട്. സിറ്റി നമുക്കറിയാം കോവസിച്ചും ബെർണാഡോ സിൽവയൊക്കെ മേ ബി നെക്സ്റ്റ് സമ്മർ മൂവ് ഓൺ ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. ആൻഡ് റോഡ്രിയുടെ ഫിറ്റ്നസ് ഒരു കൺസേണിംഗ് ആയിട്ടൊരു കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി സിറ്റിക്ക് നെക്സ്റ്റ് സമ്മറിൽ മിഡ്ഫീൽഡ് അഡീഷൻസ് വേണം. ആൻഡ് സിറ്റി ഓൾവേസ് ഗോസ് ഫോർ ദ ബെസ്റ്റ്. സോ അതിനകത്ത് തന്നെ ഡെഫിനറ്റ്ലി ഏലിയറ്റ് ആൻഡർസന് വേണ്ടി അവർ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് റെലഗേറ്റ് ആവുമെന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട്. പക്ഷേ ഐ തിങ്ക് സംഹോ അവർ റെലഗേഷൻ അവോയ്ഡ് ചെയ്യും. ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ച് ഷോൺ ഡൈഷ് എങ്ങനെയും പിടിച്ചു നിർത്തും. ആൻഡ് ഏലിയറ്റ് ആൻഡർസൺ ഇംഗ്ലണ്ട് നാഷണൽ ടീമിൻ്റെ ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടറുമാണ് ആസ് ഓഫ് നൗ. സോ ഇംഗ്ലണ്ട് വേൾഡ് കപ്പിൽ നല്ലപോലെ പെർഫോം ചെയ്യുവാണെങ്കിൽ ഏലിയറ്റ് ആൻഡർസൺ മേ ബി ദ ഹയസ്റ്റ് ഇംഗ്ലീഷ് റെക്കോർഡ് സൈനിങ് തന്നെ ആവും. ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്ലെയർ തന്നെ ആവാൻ സാധ്യതയുണ്ട് ആസ് ഓഫ് നൗ ഈ ഒരു പോകുന്നതെങ്കിൽ. സോ അതിനകത്ത് തന്നെ ഓൾറെഡി ഇപ്പോൾ 100 മില്യൺ പാക്കേജാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പ് കഴിയുമ്പോഴേക്കും 100ൻ്റെ സ്ഥാനത്ത് അതിന് മേടി 150 വരെ വേണേൽ പോവാം. ഹൂനോസ് ബിഡിങ് ബാറിനുള്ള നല്ല സാധ്യതയുണ്ട്. റിലീസ് ക്ലോസ് ഉള്ള കാര്യത്തിലൊന്നും റിപ്പോർട്ടുകൾ കാണുന്നുമില്ല. ചില റിപ്പോർട്ടുകൾ എല്ലാം ഫേക്ക് ആണെന്നാണ് തോന്നുന്നത്. സോ എന്തുകൊണ്ടും എല്ലാ ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ ഇപ്പം താരം ഈ മാഞ്ചസ്റ്റർ സിറ്റീനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതും സ്പെക്കുലേഷൻ കൂടിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം സിറ്റി ഒരു പ്ലെയറിന് വേണ്ടി എൻ്റർ ആയാൽ അവരെടുക്കാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. പക്ഷേ എന്തുകൊണ്ടും യുണൈറ്റഡും ലിവർപൂളും നല്ലൊരു ഫൈറ്റ് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ട്. അവർക്കും ഡെസ്പറേറ്റ് ആണ് ഇങ്ങനത്തെ ഒരു പ്രൊഫൈലിന് വേണ്ടി. എസ്പെഷ്യലി യുണൈറ്റഡ് നമുക്കറിയാം ഒരു മിഡ്ഫീൽഡർ മസ്റ്റാണ്. അതുപോലെ തന്നെ ലിവർപൂൾ നമുക്കറിയാം അവർക്കൊരു പ്രോപ്പർ മിഡ്ഫീൽഡ് അഡീഷൻ വേണം. മക്കലിസ്റ്റർ ലുക്സ് റിയലി ഓഫ്. മക്കലിസ്റ്റർ മേ ബി നെക്സ്റ്റ് സമ്മർ മൂവ് ഓൺ ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആയിട്ട് തോന്നുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എന്താവും ആ ഒരു കാര്യത്തിലോട്ട് വരുമ്പം. ഈ ഏലിയറ്റ് ആൻഡർസൻ്റെ കാര്യം പറയുമ്പോൾ ഈസ് റിയലി ഗുഡ് ഓൺ ദ ബോൾ, റിയലി ഡിഫെൻസീവ്ലി സോ ഗുഡ്. എല്ലാ മെട്രിക്സിനും പ്രീമിയർ ലീഗിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറാണ്. പ്രോഗ്രസീവ് ക്യാരീസും പാസസ് നിന്ന് ഫൈനൽ തേർഡും ബോൾ വിന്നിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രസ്സിംഗ് മെട്രിക്സിലും എല്ലാം. അതിന് ഈ ഒരു പ്ലെയർ കഴിഞ്ഞാൽ എല്ലാ ക്ലബ്ബുകളും നോക്കുന്നത് മേ ബി ഏലിയറ്റ് ആൻഡർസനെ കിട്ടിയില്ല വീഴാനായിട്ട് സാധ്യതയുള്ളൊരു നെയിം ആഡം വാട്ടറാണ്.
ആഡം വാട്ടൺ ഈസ് ഓൾസോ റിയലി ഗുഡ്. മേ ബി ടെക്നിക്കലി കുറച്ചുകൂടെ സുപ്പീരിയർ ആണെന്ന് പറയാം. പക്ഷേ ആളുടെ ഇഷ്യൂ ഡിഫെൻസീവ്ലി ഹീസ് നോട്ട് ബാഡ്, ഈസ് ഓൾസോ ഗുഡ്. പക്ഷേ ആളുടെ ഇഞ്ചറി റെക്കോർഡ് ഇഷ്യൂ ആണ്. സോ ഇഞ്ചറി റെക്കോർഡാണ് ആഡം വാട്ടൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരു കുഴപ്പം. പക്ഷേ എനിക്ക് തോന്നുന്നു എലിയട്ട് ആൻഡർസനെ കിട്ടിയില്ലെങ്കിൽ ലിവർപൂളോ യുണൈറ്റഡോ അല്ലെങ്കിൽ ഈവൻ സിറ്റിയോ ആഡം വാട്ടന് വേണ്ടി പുഷ് ചെയ്യുന്നൊരു ഫീലുണ്ട്. പക്ഷേ എലിയട്ട് ആൻഡർസന് കോമ്പറ്റീഷൻ വരുന്നത് റയൽ മാഡ്രിഡിൻ്റെ സൈഡിൽ നിന്നാണ് ഈ ക്ലബ്ബുകൾക്ക്. റയൽ മാഡ്രിഡ് അവരുടെ ഒരു ലോങ് ടൈം സൈനിങ് ആയിട്ട് ആ ഒരു മിഡ്ഫീൽഡിൽ ആഡം വാട്ടനെ കാണുന്നു എന്ന് കേൾക്കുന്നുണ്ട്. കാരണം ഹീസ് ടെക്നിക്കലി സോ സുപ്പീരിയർ. സ്പാനിഷ് മിഡ്ഫീൽഡർ ട്രൈറ്റ്സ് എല്ലാം ഉണ്ട്. ഈസിലി ഹീ ക്യാൻ അഡാപ്റ്റ്. റയൽ മാഡ്രിഡ് ഇപ്പം മിസ് ചെയ്യുന്ന ഒരു പ്രൊഫൈലുമാണ്. സോ എന്തുകൊണ്ടും റയൽ മാഡ്രിഡ് ആഡം വാട്ടന് വേണ്ടി വരും. പക്ഷേ ആഡം വാട്ടനും എനിക്ക് തോന്നുന്നത് ജനുവരി ആയിരിക്കത്തില്ല, സമ്മർ മൂവിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇറ്റ് വിൽ ബി ഓൾസോ 80-100 മില്യൺ സൈനിങ് ആയിരിക്കും. ആളുടെ ഒരേ ഒരു ഇഷ്യൂ ഇഞ്ചറി റെക്കോർഡാണ്. അത് വെച്ച് തീർച്ചയായും ഹീസ് റിയലി ഗുഡ്, അതെടുത്ത് പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അവിടുന്ന് നമ്മൾ മറ്റൊരു പ്ലെയർ ലിങ്സിലോട്ടും മറ്റുമൊക്കെ പോകാനായിട്ടാണെങ്കിൽ എടുത്തു പറയേണ്ട മറ്റൊരു നെയിം മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ്റെ ആയിരിക്കും. കാരണം മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും പുള്ളിയായിട്ട് ടോട്ടനാം ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ ആദ്യമേ വാർത്തകൾ വന്നിരുന്നു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടർക്കിഷ് ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണെന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ടോട്ടനാമിൻ്റെ പ്രിഫേർഡ് ചോയ്സ് ട്രാഫോർഡ് ആണെന്ന് കേൾക്കുന്നുണ്ട്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ. കാരണം വിക്കാരിയോയുടെ റീസെൻറ്റ് ഫോം വളരെ വറിയിങ് ആണ്. ഹീസ് നോട്ട് പെർഫോമിങ് വെൽ. സോ അവരൊരു ന്യൂ ഗോൾ കീപ്പറെ നോക്കുന്നു. ടെർ സ്റ്റെഗൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിലും റിപ്പോർട്ടുകൾ വരുന്ന ടെർ സ്റ്റെഗൻ ബാർസയിൽ തന്നെ തുടരുമെന്നാണ്. കാരണം മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗന് പുള്ളിക്ക് വേണ്ട ഒരു പ്രോജക്റ്റ് കിട്ടുന്നിടം വരെ ഹി വിൽ കണ്ടിന്യൂ. ബാർസലോണയും താരത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് പുഷ് ചെയ്തില്ല, ഫോഴ്സ് ചെയ്ത് പുറത്താക്കത്തില്ല എന്ന് കേൾക്കുന്നു. പുള്ളിക്ക് 2028 വരെയാണ് കോൺട്രാക്റ്റ് ഉള്ളത്. സോ ടെർ സ്റ്റെഗൻ റൈറ്റ് ക്ലബിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതെപ്പോൾ വരുമെന്ന് നമുക്കറിയത്തില്ല. ആസ് ഓഫ് നൗ ജനുവരിയിലും പുള്ളി ഇവിടെ തന്നെ നിൽക്കും, തുടരുമെന്നാണ് തോന്നുന്നത്. ട്രാഫോർഡ് പോസിബിൾ ആയിട്ടുള്ള ഒരു സൈനിങ് ആണ്. നമുക്ക് നോക്കാം സിറ്റി മൂവ് ഓൺ ചെയ്യാൻ റെഡി ആയിരിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടുന്ന് മറ്റു കുറച്ച് ലിങ്ക്സ് അവിടെ ഇവിടെയായിട്ട് കേൾക്കുന്നുണ്ട്. ഒന്നാമത്തെ ലിങ്ക് ഫുൾകുർഗിൻ്റെ നെയിമാണ്. സോ ഫുൾകുർഗ് ടു AC മിലാൻ ഓൾമോസ്റ്റ് ഡൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോൺ മൂവ് ഫ്രം വെസ്റ്റാമിൽ ആളുടെ സൈനിങ് ഡോർമുണ്ടിൽ നിന്ന് വന്ന പ്ലെയറാണ്. റിയലി അൺസക്സസ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം ഇക്കാഡിയുടെ കാര്യമാണ്. സോ ഇക്കാഡീനെയാണ് അലഗ്രിക്ക് ഇഷ്ടം ചോയ്സ്, പക്ഷേ മാനേജ്മെൻറ്റ് താല്പര്യമില്ല. സോ ഇക്കാഡി മൂവ് നടക്കത്തില്ല. ഇക്കാഡി 2026 ഫ്രീ ഏജൻ്റാണ്. ഒരു 6 months ലോണിന് ഗാലറ്റസറെ വിടാനും റെഡിയാണ്. അവർക്ക് ഇക്കാഡിനെ കീപ്പ് ചെയ്യാൻ ആഗ്രഹമില്ലെന്ന് നിൽക്കുന്നു. സോ റയൽ ഒവിഡോ എന്ന് പറയുന്ന സാൻഡി കാസോളയൊക്കെ കളിക്കുന്ന അറിയായിരിക്കും. റീസെൻ്റ്ലി റെലഗേഷൻ സോണിൽ നിന്ന് കയറി ലലീഗയിലോട്ട് വന്ന ഒരു ടീമാണ്. സോ അവർ ഇക്കാഡീനെ എത്തിക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. പിന്നെയും കുറേ ലിങ്ക്സൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്. ലെവൻഡോസ്കിയുടെ കാര്യം ഞാൻ പറഞ്ഞു, വേറെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ തന്നെയായിരിക്കും. ലീഗ സിരിയ ക്ലബ്ബുകളൊക്കെ കുറച്ച് സൈലൻ്റൊക്കെ തന്നെയായിരിക്കും. പിന്നെ തിയാഗോ സിൽവയുടെ കാര്യം പറയാൻ പറ്റുമോ? തിയാഗോ സിൽവ ഇപ്പോൾ ആളൊരു ഫ്രീ ഏജൻ്റാണ്. ആളെ AC മിലാൻ നോക്കുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. റാമോസ് ഓർ തിയാഗോ സിൽവ ഇതൊരു ഒരാളെ AC മിലാൻ കൊണ്ടുവരും എന്നുള്ള രീതി വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അവർ സെലക്ട് ചെയ്തിരിക്കുന്ന തിയാഗോ സിൽവനെയാണെന്ന് കേൾക്കുന്നു. തിയാഗോ സിൽവ മറ്റു പല ക്ലബ്ബുകളായിട്ട് ലിങ്ക്സ് ഉണ്ട്. പക്ഷേ AC മിലാൻ മൂവ് നടക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതൊന്നും കൺഫേം അല്ല, റിലയബിളും അല്ല. ബട്ട് AC മിലാൻ നോക്കുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. റാമോസിൻ്റെ പേര് അവർ ഇൻ്റർനെറ്റ് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.